ദുബായ് 24 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന 24H ദുബായ് 2025 എന്ന കാറോട്ട മത്സരത്തിന്റെ തയ്യാറെടുപ്പിലാണ് തമിഴ് സൂപ്പർ താരം അജിത് കുമാർ. 13 വർഷത്തിന് ശേഷമാണ് അജിത് റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നത്. മത്സരത്തിന്റെ യോഗ്യതാ സെഷനിടെ കരിയറായ അഭിനയവും റേസിംഗും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനെക്കുറിച്ച് അജിത് പ്രതികരിച്ചു. റേസിംഗ് സീസൺ ആരംഭിക്കുന്നതുവരെ താന് ഒരു സിനിമയ്ക്കായും കരാർ ഒപ്പുവെക്കില്ലെന്ന് അജിത് പറയുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെ അഭിനയിക്കാനാണ് പദ്ധതിയെന്നും അജിത് വ്യക്തമാക്കി. സിനിമകളുടെ ഷൂട്ടിംഗിനൊപ്പം റേസിംഗ് ചെയ്യാന് സിനിമാ കരാറുകൾ അനുവദിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു താരം. എന്ത് ചെയ്യരുത് എന്ന് എന്നോട് പറയേണ്ടതില്ല. ഇപ്പോൾ ഒരു ഡ്രൈവർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ടീം ഉടമ എന്ന നിലയിലും മോട്ടോർ സ്പോർട്സിൽ ഏർപ്പെടാനാണ് എന്റെ പദ്ധതി. അതിനാൽ റേസിംഗ് സീസൺ ആരംഭിക്കുന്നതുവരെ ഞാൻ സിനിമകളിൽ ഒപ്പുവെക്കില്ല. റേസിംഗ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഞാൻ മിക്കവാറും സിനിമകൾ ചെയ്യും. ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ സിനിമകളിൽ അഭിനയിക്കും, അജിത് വ്യക്തമാക്കി. റേസിംഗിലേക്കുള്ള വരവിനെ കുറിച്ചും അജിത് അഭിമുഖത്തിലെ വാചാലനായി. 18 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യയിലെ ഞാൻ മോട്ടോർ സൈക്കിൾ റേസിംഗിലേക്ക് വരുന്നത്. പിന്നീട് ജോലിയുടെ തിരക്കുകളിലായി. എന്നാൽ 1993 വരെ എനിക്ക് ഒരു 20 മുതൽ 21 വരെ വയസ്സുള്ളപ്പോൾ വരെ ഞാൻ റേസിൽ പങ്കെടുത്തിരുന്നു. പിന്നീടാണ് ഞാൻ സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. 2002 32 വയസ്സുള്ളപ്പോഴാണ് പിന്നീട് ഞാൻ മോട്ടോർ റേസിംഗിലേക്ക് തിരികെ വരാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മോട്ടോർ സൈക്കിളുകളിലായിരുന്നില്ല, 4 വീലറുകളിലായിരുന്നു. 2002 റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യയിൽ നടന്ന വിവിധ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ചു. 2003 ഫോർമുല BMW ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും മുഴുവൻ സീസണും പൂർത്തിയാക്കുകയും ചെയ്തു. 2004 ബ്രിട്ടീഷ് ഫോർമുല 3 പങ്കെടുത്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നതിനാൽ സീസൺ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കാത്തിരുന്ന് പിന്നീട് 2010 യൂറോപ്യൻ ഫോർമുല 2 സീസണിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു. പക്ഷേ അപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ താരത്തിന് പങ്കെടുക്കാനായുള്ളൂ. റേസിംഗ് താരം മാത്രമല്ല, അജിത് കുമാർ റേസിംഗ് എന്ന റേസിംഗ് ടീമിന്റെ ഉടമ കൂടിയാണ് ഇപ്പോൾ താരം. ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പരിശീലനത്തിനിടെ അജിത് ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നതിന്റെ വീഡിയോ അടുത്തിടെ പുറത്തുവന്നിരുന്നു. 180 കിലോമീറ്റർ വേഗതയിൽ പോയിരുന്ന അജിത്തിന്റെ കാർ ട്രാക്കിന്റെ സുരക്ഷാ ബാരിയറിൽ ഇടിച്ചു തകർന്നിരുന്നു. പക്ഷേ താരം പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു.